IPL ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം IPL-ലെ പ്രകടനം വെച്ച് പല താരങ്ങളും ഇന്ത്യൻ T20 ടീമിലേക്ക് അവസരം ലഭിക്കുന്ന താരങ്ങളുണ്ട്. അതുപോലെ തന്നെ അവസരം നഷ്ടപ്പെടുന്ന താരങ്ങളുണ്ട്. അതുപോലെ നഷ്ടപ്പെട്ട അവസരം തിരിച്ചു പിടിക്കുന്ന താരങ്ങളുണ്ട്. അങ്ങനെ അടുത്ത വർഷം T20 ലോകകപ്പ് കൂടി നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ ടീമിലേക്ക് പല താരങ്ങളും പല സർപ്രൈസ് താരങ്ങളും ചിലപ്പോൾ എത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലരുടെയും സ്ഥാനമൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ വിക്കറ്റ് കീപ്പർമാരുടെ ഒരു പ്രകടനം, ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ ഒരു പ്രകടനം, അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പ് ചെയ്യാൻ കഴിയുന്ന നിലവിൽ ഒരുപക്ഷെ അവരുടെ ടീമുകൾക്കായിട്ട് പ്രധാന വിക്കറ്റ് കീപ്പറായിട്ടായിരിക്കില്ല കളിക്കുന്നത്, ഒരു ബാറ്റർ റോളിൽ മാത്രമായിട്ടും കളിക്കുന്ന താരങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. പക്ഷെ വിക്കറ്റ് കീപ്പ് ചെയ്യാൻ കഴിയുന്ന താരങ്ങളുടെ ഒരു പ്രകടനമാണ് നമ്മൾ വിലയിരുത്താൻ പോകുന്നത്. പ്രത്യേകിച്ച് സഞ്ജു സാംസൺ, അതുപോലെ തന്നെ സഞ്ജു സാംസണൊക്കെയാണ് ഇപ്പോൾ അടുത്തിടെ T20 മത്സരങ്ങളിൽ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചത്. പക്ഷെ ഇത്തവണ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും മികച്ച പ്രകടനം എന്ന് പറയുമ്പോൾ KL രാഹുൽ തന്നെയാണ്. KL രാഹുലിന്റെ ഒരു തകർപ്പൻ പ്രകടനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ശരാശരിയിലും അതുപോലെ തന്നെ റൺവേട്ടയിലൊക്കെ KL രാഹുൽ മുന്നിൽ നിൽക്കുകയാണ്. KL രാഹുൽ വീണ്ടും ഒരു T20 ടീമിന്റെ വിക്കറ്റ് കീപ്പറായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായും. നമ്മളിപ്പം ഈ പ്രകടനം വെച്ച് വരുത്തുമ്പോൾ നമുക്ക് IPL കഴിഞ്ഞിട്ട് വരുന്ന ടൂർണമെന്റുകളിലേക്കൊക്കെ ഇതിൽ താരങ്ങൾ വരാറുണ്ട്, അരങ്ങേറ്റം കുറിക്കാറുണ്ട്. സഞ്ജു സാംസണൊക്കെ ഒരു പക്ഷേ അങ്ങനെ വന്നാണെന്ന് നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി പറ്റും. പലപ്പോഴും തിരിച്ചു വരുന്നവർക്ക് ദേശീയ ടീമിലേക്ക് വരുന്ന IPL സീസണിന് ശേഷമാണ്. അപ്പോൾ ഇപ്പം പക്ഷേ ഈ T20 ലോകകപ്പ് നടക്കുന്ന ഒരു ഇത് മുൻകൂട്ടി കണ്ടായിരിക്കും ദേശീയ ടീം പിന്നെ ഒരു ടീമിനെ വാർത്തെടുക്കുക. സഞ്ജു ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സഞ്ജുവാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ T20 അവസരം ലഭിച്ചത്. പക്ഷേ അതൊരു B ടീമായിട്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പിന്നെ സെലക്ടർമാർ കണ്ടത്. ഗില്ലും ജയ്സ്വാളൊക്കെ പുറത്തിരിക്കുമ്പോൾ ഒരു ഓപ്പൺ റോളിലേക്ക് വരുന്നു എന്നുള്ളത്. പക്ഷേ അവിടെ സഞ്ജുവിന് വിക്കറ്റ് കീപ്പിംഗിൽ ചാൻസ് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ T20 ലോകകപ്പിൽ ടീമിലുണ്ടായിട്ടും കളിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. അതിൽ പന്തായിരുന്നു മെയിൻ വിക്കറ്റ് കീപ്പർ. ഇപ്പോഴും ഇപ്പോൾ BCCയുടെ കോൺട്രാക്ട് പുതുക്കിയപ്പോൾ നമുക്കറിയാം പന്തിനാണ് പ്രൊമോഷൻ കിട്ടിയത്. ബാക്കിയുള്ള താരങ്ങൾ നിലനിർത്തിയപ്പോൾ പന്തിന് പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പന്തിനാണ് ഇവർ കാണുന്നത്. പക്ഷേ T20 പന്തിൻ്റെ പ്രകടനം ഈ ഒരു നിലയിൽ, ഈ IPL നിലയിൽ ഏറ്റവും അവസാനം വിക്കറ്റ് കീപ്പർമാരിൽ ഏറ്റവും അവസാനമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം തീർച്ചയായും 9 മത്സരങ്ങളിൽ നിന്ന് 106 റൺസ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശരാശരി 13.25, ടോപ്പ് സ്കോർ വരുന്നത് 63 ആണ്. അപ്പൊ അതായത് ബാക്കിയുള്ള 8 മത്സരങ്ങളിൽ നിന്ന് 40 റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു T20 ബാറ്ററെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ട്രൈക്ക് റേറ്റ്. സ്ട്രൈക്ക് റേറ്റ് 100-നും താഴെ എന്നുള്ളതാണ്. 96 ആണ് ഋഷഭ് പന്തിന്റെ. ഈ വിക്കറ്റ് കീപ്പർമാരുടെ നിലയിൽ ഏറ്റവും പിന്നിൽ സ്ട്രൈക്ക് റേറ്റ് 100 താഴെ ഏക താരം ഋഷഭ് പന്ത് തന്നെയാണ്. അപ്പം ഋഷഭ് പന്തിന്റെ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഋഷഭ് പന്തിനായിരിക്കും ഒരു മുൻഗണന ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. അദ്ദേഹത്തിനായിരിക്കും വിക്കറ്റ് കീപ്പർ ആദ്യ വിക്കറ്റ് കീപ്പറായി കാണുന്നത്. പക്ഷേ അത് മാറ്റി നിർത്തുകയാണെങ്കിൽ KL രാഹുൽ തന്നെയാണ് ഇപ്പോഴത്തെ നിലയിൽ വരാനുള്ളത്. സ്ട്രൈക്ക് റേറ്റിലായാലും ഈ പറഞ്ഞ റൺവേട്ടയിലാണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന KL രാഹുൽ തന്നെയാണ് വരേണ്ടതുണ്ട്. പക്ഷേ ഒരു ഭാവിയിലേക്കുള്ള ടീമിനെ വാർത്തെടുക്കുക എന്നുള്ളത് ഒരു മാനദണ്ഡം അവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം രാഹുലിന് വീണ്ടും T20 പ്രവേശനം ലഭിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ഈ ഒരു പ്രകടനം കൊണ്ട് അദ്ദേഹം ഏതൊരു ടീമിൽ കളിക്കുന്നതിന് സംശയമില്ല, വിക്കറ്റ് കീപ്പറായിട്ട് വന്നേക്കാം. പക്ഷേ T20 രാഹുൽ തന്നെ വീണ്ടും തിരിച്ചെത്തിയാൽ നമുക്ക് സ്പോട്ട് ഉറപ്പിച്ചാൽ യാതൊരു അത്ഭുതവുമില്ല. അദ്ദേഹം അത് അറിയിക്കുന്നുണ്ട്. നിലവിൽ പ്രകടനം കൊണ്ട് അടുത്ത T20 ലോകകപ്പിലും രാഹുലിന് തന്നെ സ്ഥാനം ലഭിച്ചാൽ യാതൊരു അത്ഭുതവും വേണ്ട. ഇപ്പോൾ മറ്റൊരു താരം ധ്രുവ് ജുറലാണ്. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ റൺവേട്ടയിൽ 2ാം സ്ഥാനത്ത് ധ്രുവ് ജുറലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പല ഇന്നിങ്സുകളും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാത്ത, വളരെ അതായത് അത്ര മികച്ച സ്ട്രൈക്ക് റേറ്റ് ഇല്ലാത്ത തരം, പ്രത്യേകിച്ച് പല രാജസ്ഥാൻ റോയൽസ് ധ്രുവ് ജുറലിന്റെ ഒരു മോശം മെല്ലപ്പോക്ക് കാരണം പല മത്സരങ്ങളും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിലാണ് നമുക്ക് കേൾക്കേണ്ട ഒരു പുതിയ പേര് അഭിഷേക് പോരൽ എന്ന് പറയുന്ന ഡൽഹിയുടെ താരം. അദ്ദേഹം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ റൺവേട്ടയിൽ 3ാം സ്ഥാനത്താണ്. മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. നല്ല രീതിയിൽ അദ്ദേഹം ഒരു പക്ഷേ ഇന്ത്യൻ ടീമിലേക്ക് എത്താനുള്ള ഒരു സാധ്യത പലരും വിലയിരുത്തുന്നുണ്ട്. അത് ഒരു 22 വയസ്സുകാരനാണ് ഈ അഭിഷേക് പോരൽ എന്ന് പറയുന്നത്. അപ്പം ഒരു ഭാവിയിൽ നല്ല ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാനദണ്ഡം നാളത്തെ ടീമിനെ വാർത്തെടുക്കുക എന്നാണെങ്കിൽ അത് ആദ്യത്തെ പേരുകാരൻ അഭിഷേക് പോരലായിരിക്കും, യാതൊരു സംശയമില്ല. ഇപ്പോൾ വരുന്ന സമയത്ത് നമുക്കറിയാം 8 കളിയിൽ നിന്ന് 225 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അപ്പോൾ ധ്രുവ് ജുറൽ 9 കളിയിൽ നിന്നാണ് 230 അടിച്ചത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു കളി കുറവാണ്. അതിൽ നിന്നാണ് അദ്ദേഹം 225 റൺ അടിച്ചത്. അതുപോലെ തന്നെ പിന്നെ ഹൈ സ്കോർ 51 റണ്ണാണ് വരുന്നത്. ഒരു വളർന്നു വരുന്ന ഒരു യുവതാരം എന്ന രീതിയിൽ പരിഗണന, പ്രത്യേകിച്ച് ഇഷൻ കിഷനെ പോലുള്ള താരങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ പറയുമ്പോൾ ഋഷഭ് പന്തിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ T20 ഈ IPL ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരം, 27 കോടി രൂപക്ക് LSG സ്വന്തമാക്കിയ ഒരു താരം ബാറ്റിംഗിൽ റൺവേട്ടയിൽ 58ാം സ്ഥാനത്താണെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ദയനീയത നമുക്ക് മനസ്സിലാവും. മറുവശത്ത് ഇഷൻ കിഷൻ ആദ്യ കളി തന്നെ സെഞ്ചുറി അടിച്ച് 106 റൺസ് അടിച്ചിട്ട് പിന്നെ നമ്മള് വലിയ രീതിയിലുള്ള ചർച്ചകളും പ്രതീക്ഷകളും ആദ്യ മത്സരത്തിൽ സെഞ്ചുറി സമയത്ത്
ഈ വരുമ്പോൾ നമ്മൾ സഞ്ജുവിൻ്റെയും പന്തിൻ്റെയും ഒക്കെ കാര്യം അപകടത്തിലാവുന്ന നമ്മൾ കരുതുന്നത്. കാരണം ഈ സീസൺ എടുക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ നമ്മുടെ ഇഷാൻ കിഷൻ ആയിരിക്കും, ഇനിയിപ്പോൾ T20 വരാൻ പോകുന്ന ഇഷാൻ കിഷൻ ആയിരിക്കും എന്നൊക്കെ കരുതുന്നു. പക്ഷെ അവിടെ നിന്ന് ആ ഒറ്റ ഇന്നിങ്സ് തീർന്നു. ബാക്കിയുള്ള പിന്നെ 8 മത്സരങ്ങളിൽ അദ്ദേഹം എടുക്കുന്നത് വെറും 33 റൺസാണ്. അപ്പം അതേ ഒരൊറ്റ മത്സരത്തിലാണ് തീർന്നത്. ഇനിയും വീണ്ടും തിരിച്ച് വന്നേക്കാം. പക്ഷേ ഈ പറയുമ്പോഴും ആ ബാക്കിയുള്ള പ്രകടനത്തിൻ്റെ പറയുമ്പോൾ ഈ പിന്നെ സ്ട്രൈക്ക് റേറ്റ് ഇതുണ്ടെങ്കിലും ഓക്കെ ആണെന്ന് പറയുമ്പോഴും പ്രശ്നം ഇതിവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അതെന്തായാലും തീർച്ചയായും ഇപ്പോ ഇനി നമുക്ക് സഞ്ജുവിന്റെ കാര്യം കൂടി പറയാം. അപ്പൊ സഞ്ജുവിന്റെ കാര്യം പറയുമ്പോൾ പരിക്കാണ് ഏറ്റവും വലിയ വില്ലനാവുന്നത്. ആദ്യത്തെ 3 മത്സരങ്ങളിൽ സഞ്ജു ക്യാപ്റ്റൻ അല്ലാതെ വെറും ബാറ്റർ ആയിട്ട് ഇമ്പാക്ട് പ്ലെയർ റോളിലാണ് കളിച്ചത്. മാത്രമല്ല ഇപ്പോ 2 മത്സരങ്ങൾ അദ്ദേഹത്തിന് പരിക്ക് പോലും നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അദ്ദേഹം കളിച്ച 7 മത്സരങ്ങളിൽ, അതായത് ബാറ്റിങ്ങിന് ഇറങ്ങിയ 7 മത്സരങ്ങളിൽ നിന്ന് 225 റൺസ് തരക്കടില്ലാത്ത ശരാശരിയിൽ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അവസാനത്തെ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റ് റിട്ടയർഡ് ആവുന്നത് ഒരു നല്ല സ്കോറിൽ നിൽക്കുന്ന സമയത്ത്, ഒരു താരതമ്യേന മെച്ചപ്പെട്ട ഒരു സ്കോറിൽ നിൽക്കുന്ന സമയത്താണ്. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വിക്കറ്റ് കീപ്പർമാരുടെ കാര്യത്തിൽ ഇനി ഇന്ത്യക്ക് അങ്ങനെ വലിയ ആശങ്കകളൊന്നും വേണ്ട. പുതിയ യുവതാരങ്ങൾ, പിന്നെ എടുത്തു പറയേണ്ട ഒരു താരമാണ് പ്രഭ്സിമ്രാൻ സിംഗ് പഞ്ചാബിന്റെ. അദ്ദേഹം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന, തരക്കടില്ലാതെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. അതെ. പിന്നെ മറ്റൊരു പേര് പറയുകയാണെങ്കിൽ ജിതേഷ് ശർമ്മ റൺസ് അല്ലാതെ സ്കോർ ചെയ്തില്ലെങ്കിലും വാലറ്റത്തിലൊക്കെ ഒരു ഇപ്പോ നമുക്കറിയാം. ഇപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ അഭിഷേക് പോറലിന്റെ കാര്യമാണെങ്കിലും ഇപ്പൊ സഞ്ജു ആണെങ്കിലും ഒക്കെ ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന താരങ്ങളാണ്. ടോപ്പ് ഓർഡറിൽ നിലവിൽ ഇന്ത്യനെ സംബന്ധിച്ച് ഒരുപാട് താരങ്ങളുണ്ട്. ഇപ്പൊ ഗില്ലാണെങ്കിലും ജയ്സ്വാൾ ആണെങ്കിലും ഉണ്ട്. ഇപ്പൊ സായ് സുദർശൻ എന്ന് പറയുന്ന പുതിയൊരു താരം ഉദിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് താരങ്ങൾ ടോപ്പ് ഓർഡറിലുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഇനി ചിന്തിക്കുകയാണ് ഒരു കുറച്ചുകൂടി ലോ ഓർഡർ. ഇപ്പൊ പ്രഭ്സിമ്രാൻ സിംഗ് ആണെങ്കിലും ഒരു ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന താരമാണ്. കുറച്ചുകൂടി ലോ ഓർഡറിലേക്ക് ഒരു വിക്കറ്റ് കീപ്പർ എന്ന രീതിയിലേക്ക് ഇന്ത്യ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ജിതേഷ് ശർമ്മ, ഇപ്പൊ ഋഷഭ് പന്തിന്റെ ഒക്കെ സ്ഥാനം നമുക്കറിയാം. ഋഷഭ് പന്തിനെ ഒക്കെ ഒരു പകരക്കാരൻ എന്ന രീതിയിൽ ആ ഒരു പൊസിഷനിലേക്കൊക്കെ വരാം ജിതേഷ് ശർമ്മനെ പോലുള്ള താരങ്ങളും കൂടി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് സ്ട്രൈക്ക് റേറ്റ് 147 അടുത്ത് വരുന്നുണ്ട്. 9 ദിവസങ്ങൾ 7 ഇന്നിംഗ്സിലുള്ള ബാറ്റ് എടുത്തത് 221 റൺസ്. പന്തിനെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആണ് വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സഞ്ജുവിനെ നേരത്തെ റണ്ണ് പറഞ്ഞു, പക്ഷേ 7 മത്സരങ്ങൾ റിട്ടയർഡ് ആയിട്ടായി പോയി. അതില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ KL രാഹുൽ പിന്നിൽ 2ാം സ്ഥാനത്ത് എത്താവുന്ന ഒരു താരം തന്നെയായിരുന്നു. അപ്പം ഈ പറഞ്ഞ ഒരു വെറും 14 റൺസിന്റെ ഡിഫറൻസ് ആണ് രണ്ടാമത് താരമായിട്ട് കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം മുട്ടി ഉണ്ടാക്കിയ റൺസ് നമ്മൾ കണ്ടാണ്. അപ്പൊ അതിന് ഒരു ഇത് വരുന്നില്ല. അപ്പം KL രാഹുൽ തൊട്ട് പിന്നിൽ തന്നെ സഞ്ജുവിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ലിസ്റ്റിൽ. ആ ലിസ്റ്റിൽ തന്നെ നമ്മളിപ്പം T20 ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ പോലെ പക്ഷേ സഞ്ജുവിന് പ്രധാനമായ ഒരു ഭീഷണിയാകുന്നത് ഡൽഹിയുടെ തന്നെ അഭിഷേക് പോറലായിരുന്നു. തീർച്ചയായും. അല്ല അതിപ്പം ഇനി വരാനുള്ള നമ്മൾ പറഞ്ഞത് നാളെയുടെ താരങ്ങളാകുമ്പോൾ നാളെ ഈ സഞ്ജുവിന് ഇപ്പം പന്തിന്റെ ഒരു കാലം കഴിഞ്ഞിട്ട് സഞ്ജുവിന് ഇനി ക്രിക്കറ്റിലൊന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ആ സമയം ഈ പറഞ്ഞ അഭിഷേക് പോറലൊക്കെ കളി കൊണ്ട് പോലെ ഇതുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോൾ നമുക്ക് ദേശീയ ടീമിന്റെ വിക്കറ്റ് കീപ്പർ നോക്കുമ്പോൾ IPL പ്രകടനം നോക്കുമ്പോൾ 1ാം സ്ഥാനത്ത് സംശയമില്ല KL രാഹുലാണ്. 2ാം നമുക്ക് സഞ്ജു സാംസണെ തന്നെ പറയാൻ വേണ്ടി പറ്റും. ഈ പ്രധാന കീപ്പർമാരെ പറയണേ. പിന്നെ നമ്മുടെ ഈ പ്രധാന കീപ്പർമാരുള്ളത് ഋഷഭ് പന്താണ്. അദ്ദേഹത്തിന് ഈ പട്ടികയിലേക്ക് ഇപ്പൊ പെടുത്താനേ പറ്റില്ല. പിന്നെ വരുന്നതാണ് നമ്മുടെ ഇഷാൻ കിഷൻ. സ്ഥിരതയില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രകടനം, ഒരു കളി സെഞ്ചുറി അടിച്ച് കഴിഞ്ഞിട്ട് 106 റൺസ് എടുത്തിട്ട് ബാക്കിയുള്ള മത്സരങ്ങളിൽ നിന്ന് വെറും 33 റൺസ് എടുത്തെന്ന് പറയുമ്പോൾ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ ഔട്ട് ആവാതെ കയറിപ്പോയത് അതിന് എന്താണ് പറ്റിയത് താരതമ്യം പറയാനാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു അബദ്ധം, വലിയൊരു അബദ്ധം. പക്ഷേ ഇപ്പൊ ഈ പറയുമ്പോൾ നമുക്ക് അടുത്ത സീസൺ T20 ലോകകപ്പിലേക്ക് കാണാൻ പറ്റുന്നത് KL രാഹുലും സഞ്ജു സാംസണും ഈ അഭിഷേക് പോറലിനെയാണ് ഏറ്റവും മുന്നിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ഥാനം. ഋഷഭ് പന്തിനെ ആയിരിക്കും ഇന്ത്യൻ സെലക്ടർമാരും ഇന്ത്യൻ ടീമും മുന്നോട്ട് കൊണ്ടുവരാതെ യാതൊരു സംശയമില്ല. പക്ഷേ നിലവിലെ പ്രകടനം വെച്ചാൽ അതിന് അർഹനല്ല നമുക്ക് പറയേണ്ടി വരും. അത് ടീമിനെ നയിക്കുന്നതോ മറ്റു ഘടകങ്ങളൊക്കെ പോട്ടെ, 27 കോടിയുടെ മാറ്റമൊക്കെ ഉണ്ടാവട്ടെ. പക്ഷേ നിലവിലെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ 22കാരനായ അഭിഷേക് പോറലിനും അല്ലെങ്കിൽ ധ്രുവ് ജുറലിനും എല്ലാവർക്കും പിന്നിൽ തന്നെയാണ് ഋഷഭ് പന്ത്. അതിലൊരു സംശയമില്ല. തീർച്ചയായും ഇപ്പൊ ഇനി വരുന്ന ലോകകപ്പിന് വേണ്ടിയിട്ട് അതിപ്പോ വരുന്ന ഒരു അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാകും. അല്ല പ്രത്യേകിച്ച് ഇത്രയും കുറഞ്ഞ കാലത്തിന്റെ ഉള്ളിൽ ഒരു പുതിയ താരങ്ങളെ കൊണ്ടുവരുന്നതിനേക്കാളും ഇപ്പോഴുള്ള താരങ്ങളുടെ ഒരു പെർഫോമൻസും ഇതൊക്കെ മെച്ചപ്പെടുത്തി ആ രീതിയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതില് സഞ്ജുവിനാണെങ്കിലും ഋഷഭ് പന്തിനാണെങ്കിലും ഇപ്പൊ ഇഷാൻ കിഷൻ ആണെങ്കിലും KL രാഹുലിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ബാറ്റിംഗിൽ അദ്ദേഹം ഇപ്പൊ ടീമിന് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു പ്രകടനം പറയുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് ദിനേഷ് കാർത്തിക്കിന്റെ ഒരു ഉദാഹരണം നോക്കാൻ പറ്റില്ല. കഴിഞ്ഞ സീസണിലൊക്കെ കാർത്തിക് മിന്നുന്ന കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കുന്ന താരം IPL മിന്നുന്ന പ്രകടനം എടുക്കും അടുത്ത പിന്നെ ടൂർണമെന്റിലേക്ക് അവർക്ക് ദേശീയ ടീമിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആ രീതിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് കളിക്കാൻ വേണ്ടി അവസരം കൊടുക്കാൻ നിർബന്ധിതരാകുവാണ് സെലക്ടർമാർ. ആ കാർത്തിക്കിന്റെ പ്രകടനം
അതുപോലെ തന്നെയാണ് ഇപ്പം KL രാഹുൽ വരുന്നത്. KL രാഹുലിനെ നമുക്ക് ഈ പ്രതികാരം വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ഓരോ ലക്കങ്ങൾ പ്രകാരം വീട്ടി ബാംഗ്ലൂർ പോയി ഹോം ഗ്രൗണ്ടിൽ കളിച്ചു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രകടനം സ്ഥിരതയുണ്ട്, മികച്ച രീതിയിൽ റൺ ഉയർത്താൻ വേണ്ടി അദ്ദേഹം പറ്റുന്നുണ്ട്, ടീമിന് സംഭാവന നൽകാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ കൂട്ടത്തിൽ 3 അർദ്ധ സെഞ്ചുറി നേടിയ താരം കൂടി KL രാഹുലാണ്. അപ്പം ആ ഓപ്ഷൻ ചോയ്സിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ KL രാഹുൽ തന്നെയായിരിക്കും. അതങ്ങനെ തന്നെയാണ് വേണ്ടത്, യാതൊരു സംശയമില്ല. സഞ്ജു സാംസണിനേക്കാളും മുന്നിൽ തന്നെ നിൽക്കുന്നത് KL രാഹുൽ തന്നെയാണ്. നമ്മൾ ഈ പറയുമ്പോൾ നമുക്ക് റണ്ണിങ്ങിൽ പറയുമ്പോൾ ഋഷഭ് പന്ത്, KL രാഹുൽ, സഞ്ജു സാംസൺ ഈ പേരുകളൊക്കെ ഇങ്ങനെ വരുമെങ്കിലും അതിൽ ഒന്നാം സ്ഥാനക്കാരൻ വരേണ്ടത് KL രാഹുൽ തന്നെയാണ്. രണ്ടാമത് മാത്രമേ സഞ്ജു സാംസൺ വരൂ. പിന്നെ ഈ പറഞ്ഞ യുവതാരങ്ങളെ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അഭിഷേക് പോളിന്റെ പേര് വരുന്നത്. തീർച്ചയായും എന്തായാലും T20 ലോകകപ്പിന് ഇപ്പോഴുള്ള വിക്കറ്റ് കീപ്പർമാരെ തന്നെ വിശ്വാസം അർപ്പിച്ച് ഇന്ത്യ മുന്നോട്ട് പോകുമോ, അതോ ഇനി ആ ഒരു സമയത്തിനുള്ളിൽ പുതിയ യുവതാരങ്ങളെ വളർത്തിക്കൊണ്ട് വരുമോ എന്ന കാര്യമൊക്കെ കണ്ടറിയേണ്ടതാണ്.